ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാവത്ത് പുഴുക്കാണ് കേട്ടോ. അപ്പോൾ കാവത്തിനെ കാച്ചിലെന്നും പല ഭാഗങ്ങളിൽ പറയും. അപ്പോൾ അതുകൊണ്ടുള്ള പുഴുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കഷ്ണം കാവത്താണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാവത്ത് പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ കാവത്തിൻ്റെ തൊലിയെല്ലാം ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ കാവത്ത് തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1.5 കപ്പോളം വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ വേവ് എങ്ങനെയാണെന്ന് അറിയണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയിലൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ വേവ് ആയിട്ടില്ല, നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കാവത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് പുഴുക്കിലേക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഗ്രേവി ടൈപ്പ് അല്ല, നല്ല പോലെ തിക്കായിട്ടുള്ള രീതിയിലാണ് ഞാൻ പുഴുക്കുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കാവത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ ചട്ടകം വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ഉടച്ചെടുക്കുന്നത്. ഇത് ഉടച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി കാവത്ത് പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിട്ട് കൊടുത്തിട്ടുള്ള കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനൊപ്പം തന്നെ ഞാൻ 4 പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ള മുളകില്ലാതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശരിക്ക് വെച്ചിട്ടുള്ള 1 മുറി നാളികേരം ചേർത്ത് കൊടുക്കാം. ഈ നാളികേരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി വരണം. അപ്പോൾ അതുവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ അതേ നാളികേരത്തിലത്തെ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള കാവത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നാളികേരം അതുപോലെ തന്നെ കാവത്തും നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കാവത്ത് പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കാണ്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കാവത്ത് പറിക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ കാവത്തൊക്കെ ഇട്ടാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ രീതിയിലുള്ള പുഴുക്ക് ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.